നമ്മുടെ അവസ്ഥകൾ കണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരു പൽക്കാലം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കളയിലേക്ക് ഈ മാധ്യമത്തിലൂടെ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതവേളയിൽ നമുക്ക് ചിന്തയ്ക്കാധാരമായി ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായമാണ്. ആ അധ്യായത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പത്രോസിന്റെ മാനസാന്തരമാണ്. അതിനുശേഷം യേശു ചില രോഗികളെ സൗഖ്യമാക്കുന്നു. അപ്പോൾ തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും ചേർന്ന് യേശുവിനെയും ശിഷ്യന്മാരെയും കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന്, ആ കുറ്റപ്പെടുത്തുകളിൽ നിന്ന് ശിഷ്യന്മാരെ വിടുവിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എല്ലാത്തിലും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്ന പത്രോസിന്റെ മനസാന്തരമാണ്. രാത്രി മുഴുവനും വളരെ അധ്വാനിച്ചിട്ട് ഒരു ചെറുമീൻ പോലും ലഭിക്കാതെ പടക് കരയിൽ ഒതുക്കി വല കഴിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെയും കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഗെന്നസരത്ത് തടാകത്തിന്റെ അരികിലേക്ക് യേശു നടന്നു വരുമ്പോൾ 2 പടകുകളെ യേശു കാണുകയാണ്. അതിലൊന്നിൽ, അതായത് ശിമോൻ പത്രോസിന്റെ പടകിൽ യേശു കയറിയിട്ട് പറയുന്നു, അല്പം പടക് കരയിൽ നിന്ന് നീക്കണം. കരയിൽ നിന്ന് നീക്കിയ പടകിൽ നിന്നുകൊണ്ട് യേശു പടകിലുള്ള പത്രോസിനോടും കൂട്ടരോടും മാത്രമല്ല, കരയിൽ നിൽക്കുന്ന ജനത്തോടുമായി തിരുവചനം പ്രസ്താവിക്കുകയാണ്. തിരുവചനം പ്രസ്താവിച്ചതിന് ശേഷം പത്രോസിനോട് യേശു പറയുന്ന ഭാഗമാണല്ലോ വളരെ ശ്രദ്ധേയം. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനായി വല ഇറക്കുക. അവിടെ പത്രോസ് പറഞ്ഞില്ല ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. പത്രോസ് പറഞ്ഞില്ല ഞങ്ങൾക്ക് വളരെ ഞെരുക്കമാണ്. എന്നാൽ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, പടകിന്റെ അവസ്ഥ യേശു മനസ്സിലാക്കുവാനിടയായി തീർന്നു. പ്രാരംഭത്തിലൊരു സന്ദേശം ഞാൻ കൈമാറട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വേദനകൾ എല്ലാം യേശുവിനെ നന്നായിട്ട് അറിയാം. അതെ, പത്രോസിന്റെ പടകിലെ അവസ്ഥയും യേശു അറിയുകയാണ്, കാണുകയാണ്. പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. പത്രോസ് അതിന് പ്രത്യുത്തരമായി പറയുന്നു, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷെ ഒരു ചെറുമീൻ പോലും കിട്ടിയില്ല. അർത്ഥം, ഇനി ഒരു വല ഇറക്കിയാൽ മീൻ കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഈ കടലിന്റെ മുക്കും മൂലയും എല്ലാം നന്നായി അറിയുന്നവനാണ് പത്രോസ്. ആ പത്രോസാണ് പറയുന്നത്, ഇനി ഒരു മീൻ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ആ എങ്കിലും എന്നുള്ള പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ പത്രോസിന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒരു മീൻ ലഭിക്കാൻ ഇടയില്ലെങ്കിലും ആ പടകിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ്, നാഥാ, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അവിടുത്തെ വാക്കിന് എന്തോ പ്രത്യേകതയുണ്ട്, അവിടുത്തെ വചനങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഇന്ന് പൽക്കാലം നമ്മുടെ അവസ്ഥകൾ കണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെ യേശുവിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആഴത്തിലേക്ക് നീക്കി വലയിട്ട പത്രോസിനും കൂട്ടർക്കും പെരുത്ത മീൻകൂട്ടം ലഭിക്കുക. ആ ഒരു പടകിൽ മാത്രമല്ല, അതിനപ്പുറമായുള്ള പെരുത്തൊരു മീൻകൂട്ടം ലഭിക്കുന്നു. ഞാനിങ്ങനെ ഏറെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ 2, അല്ലെങ്കിൽ ആ പടകിൽ ഉൾക്കൊള്ളുവാനും അതിനപ്പുറമായിട്ടുള്ള ഒരു പെരുത്ത മീൻകൂട്ടം അവിടെ ലഭിച്ചത്. ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യേശു ആ കടൽക്കരയിലേക്ക് നടന്നു വരുമ്പോൾ, ഈ ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് നടന്നു വരുമ്പോൾ യേശു 2 പടകിനെ കാണുകയാണ്. അതിലൊന്നിലാണ് യേശു കയറിയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒന്നുമില്ലാതെ യേശു കയറാതെ കരയിൽ ഒതുക്കിയിരിക്കുന്ന പടകിലുള്ള മനസ്സിന്റെ അവസ്ഥ നാം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ നോക്കുമ്പോൾ യേശു കയറിയ പടകിൽ പെരുത്ത മീൻകൂട്ടം ലഭിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, അവർ വിചാരിച്ചാണ് യേശു ഞങ്ങളുടെ പടകിലും ഒന്ന് കയറിയിരുന്നുവെങ്കിൽ. യേശു ഞങ്ങളുടെ പടകിലൊന്ന് കയറിയില്ലല്ലോ,
ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെരുത്ത മീൻകൂട്ട ലഭിച്ച പടകിലുള്ള പത്രോസും കൂട്ടരും ഈ പടകിലുള്ളവരെ മാടി വിളിക്കുകയാണ്, വേഗത്തിൽ വരണമേ. അവരങ്ങോട്ട് പടക് ഓടിച്ചു ചെല്ലുമ്പോൾ 2 പടകിലും നിറയുമാറുള്ള പെരുത്ത മീൻകൂട്ടം അവിടെ ലഭിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അടുത്ത ഒരുവന്റെ ജീവിതത്തിൽ നന്മകൾ കിട്ടിയെന്ന് പറഞ്ഞ് നാം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂട്ടുവിശ്വാസിക്ക്, സഹപ്രവർത്തകന് ഒരു നന്മ കിട്ടി, അനുഗ്രഹം കിട്ടിയെന്ന് ഓർത്ത് നാം സങ്കടപ്പെടേണ്ട. അയ്യോ, ദൈവം എനിക്ക് തന്നില്ലല്ലോ, ദൈവം എന്നെ കണ്ടില്ലല്ലോ, ദൈവം എനിക്കിവിടെ പ്രവർത്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. യേശു കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയുള്ളതും അവൻ കരുതുന്ന ദൈവമാണ്. ഈ മറ്റേ പടകിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇതാ സന്തോഷത്തിന്റെ ഒരു വിളി, വേഗം വാ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതും ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനുള്ളത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്റെ കരുതി തന്നിട്ടുണ്ടാകാം. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകണം. വിഷമിച്ചിരിക്കുന്നവരെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾക്കുള്ളതും ദൈവം എവിടെയോ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ മാടി വിളിക്കുന്ന ഇമ്പസ്വരത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. കാത്തിരുന്നാൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന സ്വർഗീയ പിതാവായ, അത്ഭുതം ചെയ്യുന്ന നിത്യവാനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവൻ നമ്മെ രക്ഷിക്കുന്ന, വിടിവിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ.